ഓക്കെ തുടങ്ങിയോ? ആണോ? കൊച്ചിനെ വഴിയിൽ പട്ടിക്കുഞ്ഞുങ്ങളെയും പൂച്ചക്കുഞ്ഞുങ്ങളെയും കൊണ്ട് വഴിയിൽ ഉപേക്ഷിക്കുന്നത് പോലെ ഒരു മനുഷ്യക്കുഞ്ഞിനെ ഉപേക്ഷിച്ചപ്പോൾ അത് വലിയ വാർത്തയാകുന്നു. അത് വല്ല വണ്ടി കയറി ഇനി ചാവുന്ന അവസ്ഥകൾ. അതാണ് അടുത്തത്. നിങ്ങൾക്ക് കണ്ട് ഞെട്ടൊന്നും വേണ്ട. ഇനി ഇങ്ങനെ കൊച്ചു കുട്ടികളൊക്കെ റോഡിൽ കിടക്കും, വണ്ടി കയറി അരിയും. അതൊന്നും ആരും നോക്കാനില്ല. പട്ടിയുടെയും പൂച്ചയുടെയൊക്കെ കുഞ്ഞുങ്ങൾ കിടന്ന് അരഞ്ഞ് അവിടെ കിടന്ന് മരിക്കുന്നത് പോലെ ആ ശവം പോലും എടുത്ത് അപ്പുറത്തോട്ട് കളയാനോ എടുത്ത് കുഴിച്ചിടാനോ പോലും ആരുമില്ലാതെ നമ്മൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ അരഞ്ഞ് തേഞ്ഞ് കിടക്കുന്നത്? അതിങ്ങനെ ഉണങ്ങി അങ്ങ് പോവല്ലേ? അതുപോലെ മനുഷ്യക്കുഞ്ഞുങ്ങളും പോകാറായി എന്നൊരു സൂചനയല്ലേ ഇത്? ഇതാര് കളഞ്ഞ കൊച്ചായിരിക്കും? മറ്റേ ജനനീൻ്റെ അടുത്ത് കളഞ്ഞതുപോലെ കുഞ്ഞിനെ തല്ലി കൊല്ലാതിരിക്കാൻ വണ്ടി കയറി ചത്തോട്ടെ എന്ന് കരുതിയത് മാത്രമല്ലേ? അല്ലാതെ അവർ കൊന്നൊന്നുമില്ലല്ലോ. പട്ടിക്കുഞ്ഞുങ്ങളെയും പൂച്ചക്കുഞ്ഞുങ്ങളെയൊക്കെ കളഞ്ഞ് നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ. അതും ഒരു ജീവനല്ലേ? അപ്പോൾ അതൊക്കെ കണ്ടു പഠിച്ച കുട്ടികൾ അവർ പ്രസവിച്ചപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ എന്ന് കരുതി കളയുന്നതായിരിക്കില്ലേ ഇതൊക്കെ? അതെ, ശരിക്കും ഇതിനെ സൈഡിലായിരിക്കും നിർത്തിയത്. ഇതൊന്നും അങ്ങനെയല്ല. കാട്ടിൽ കൊണ്ട് കളഞ്ഞ പട്ടിക്കുഞ്ഞുങ്ങൾ റോഡിലേക്ക് ഇറങ്ങി വന്ന് വണ്ടിക്കിടയിൽ പെടുന്നത് പോലെ ആ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ച കുട്ടിയായിരുന്നു ഇറങ്ങി വണ്ടിയുടെ വന്ന് എത്താൻ ഞാൻ എന്ത് ചെയ്യാനാണ് സുഹൃത്തുക്കളെ? ഇല്ലാത്തൊരു വേറൊരു വണ്ടിയാണെങ്കിലും രാത്രിയാണെങ്കിലും സംഭവിക്കുന്നുണ്ടല്ലോ. ഈ കുഞ്ഞങ്ങ് ഉറങ്ങിപ്പോയി. അത് രാത്രി അവിടെ ഇറങ്ങുന്നത് വിശന്നിട്ട് ഇങ്ങനെ അമ്മേ അമ്മേ ചെന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വേണ്ടട്ടും അതിനൊന്നും മനസ്സിലാക്കുന്നില്ല. അതങ്ങനെ ചത്തു പോകും. അത്രയേ ഉള്ളൂ. അതിൽ വലിയ അത്ഭുതപ്പെടാൻ ഒരു കൊച്ചിനായിട്ട് കൊല്ലുന്നതിനും ഭേദമല്ലേ? അവർ കൊല്ലുകയും വേണ്ട. ഞങ്ങൾക്ക് വലിയ വലിയ ചാതിനേക്കാളും ട്രോമ കുറവായി കൊച്ചുപിള്ളേർ ഇപ്പോഴേ ചത്താൽ ഇതേപോലുള്ള കുട്ടികൾ ഇനി ഇത് എങ്ങനെ ഉണ്ടായത്? ഈ കൊച്ചിനെ കളഞ്ഞവർ എവിടെ ഉണ്ടായത്? അവരെവിടെ നിന്ന് ഇതൊക്കെ പഠിച്ചത്? ഇതേ സമൂഹത്തിൽ ജനിച്ച് വളർന്ന് പഠിച്ച് ഈ അവസ്ഥയിൽ ഒരു കൊച്ചിനെ കൊണ്ട് കളയാൻ പ്രാപ്തമായ ആൾക്കാരുണ്ടെന്ന് നമുക്ക് മനസ്സിലായില്ലേ? അതേപോലെ ഇതിനും വരുന്നുണ്ട് ചെയ്യാൻ പറ്റുന്ന കൊച്ചായി ജനിച്ചേക്കുന്നത്. ഇതിനെ അവിടെ തന്നെ ഇട്ട് വല്ല വണ്ടി കയറ്റി കൊല്ലേണ്ടതാണ്. കാരണം ഇങ്ങനെ ഉള്ള പിള്ളേരാണ് നാളെ. മനസ്സിലായില്ലേ? ഇതിപ്പോ കണ്ടോണം. ഇത് ഒരു 5-8 കുഞ്ഞുങ്ങളെ കൊണ്ട് കളയും കൊച്ചു. കാരണം ഇതിന്റെ അമ്മയും അപ്പനും ഒക്കെ ആരാ? അവര് ചിലപ്പോൾ പട്ടിക്കുഞ്ഞുങ്ങളെയും പൂച്ചക്കുഞ്ഞുങ്ങളെയും കളഞ്ഞ് ശീലിച്ചവരായിരിക്കും പണ്ട്. മനസ്സിലായോ? അപ്പൊ അവര് നോക്കിയപ്പോൾ പട്ടിക്കുഞ്ഞുങ്ങളെ വെച്ച് അത് എന്ന് കേട്ടുന്നു. അതിന് നോക്കാൻ കഴിയത്തില്ല. അവർക്ക് പട്ടിക്കുഞ്ഞിനെയും പൂച്ചക്കുഞ്ഞിനെയും നോക്കാൻ കഴിയത്തില്ല. എന്നാൽ ഈ പട്ടിയെ വന്ധീകരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാൻ അവർക്ക് അറിയത്തില്ല, എന്നല്ല അവരെ ചെയ്യത്തില്ല. അപ്പൊ അങ്ങനെ കുഞ്ഞുങ്ങളുണ്ടായി അതുങ്ങളെല്ലാം കൂടി കളഞ്ഞു, അതുങ്ങളെല്ലാം അരഞ്ഞു ചത്തു. ആരാണ്ട് എടുത്തുകൊണ്ട് പോയി ഇതുപോലെ. അവരുടെ പട്ടിക്കുഞ്ഞിനെ ഇതുപോലെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ആരാണ്ട്. ചില വീടുകളിൽ ചെന്നാൽ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. പക്ഷെ പട്ടിയെ പോലല്ല കുട്ടി അങ്ങനെ എത്ര പേര് ഇവിടെ വളർത്തുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങളെ കളയുവാണെങ്കിൽ ഈ ഇവിടെ അഡോപ്ഷൻ എന്നൊക്കെ പറഞ്ഞ പരിപാടികൾ എന്താ പറയുക ഈസി ആയിട്ട് നടത്താനുള്ള നിയമ സംവിധാനം വേണം. പിന്നെ ഇങ്ങനെയുള്ള കളച്ചിലും കൊലപാതകവും അതുപോലെ തന്നെ ഉപദ്രവവും എല്ലാം കൂടുതൽ ഒരു കാര്യങ്ങളും ഗവൺമെന്റിന് ചെയ്യാവുന്നത് ഈ അബോർഷൻ കുറച്ചുകൂടി ഈസിയാണ്. കാരണം ഇതൊക്കെ ചിലപ്പോൾ അവർ അബോർട്ട് ചെയ്തേനെ. ഈ അബോർഷന്റെ പേരിലുള്ള ഈ ബുദ്ധിമുട്ടുകൾ അതിനുണ്ടാക്കുന്ന ഈ ആളുകൾ ഈ എന്താ പറയണ്ടേ ഇതിനകത്ത് എന്തോ വലിയ പ്രശ്നമുണ്ട്. കോൺട്രസെപ്റ്റീവ് പിൽസ് ഉപയോഗിക്കത്തില്ല. മൊറാലിറ്റി ആദ്യം ഇത് അബോർട്ട് ഹ്യൂമൻ റൈറ്റ്സ് അണ്ടി ഇതെല്ലാം കൂടെ വെച്ചിട്ട് അണ്ടിക്ക് ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ടാകുന്ന കൊള്ളാം. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ചർച്ചയിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ ഈ കാര്യങ്ങൾ കുറച്ച് എളുപ്പമാക്കിയിരുന്നെങ്കിൽ എന്ത് നല്ലതാണ്. പിള്ളേർ കോണ്ടം ഉപയോഗിക്കുന്നില്ല, കോൺട്രസെപ്റ്റീവ്സ് ഉപയോഗിക്കുന്നില്ല, പ്രസവിക്കുക വരെ ചെയ്തിട്ട് ജനലിൽ കൂടെ എടുത്ത് കളയുന്നു. അതിനെ വേറെ തന്നെ കൊണ്ടുവരുമ്പോൾ അവൻ തല്ലി കൊല്ലുന്നു. പിന്നെ ഇപ്പോൾ റോഡിൽ കിടക്കുന്നു. ഇതുപോലത്തെ ഇൻസിഡൻസ് എത്രമായി? എന്താണ് ഗവൺമെന്റ് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ കളഞ്ഞതെന്ന് അന്വേഷിച്ചാൽ അതിന്റെ കാരണം അൺവാണ്ടഡ് പ്രഗ്നൻസി ആവാനാണ് സാധ്യത. അതുമല്ലെങ്കിൽ ഇവർക്ക് മാനസികമായിട്ട് നല്ല സുഖമുള്ളവരല്ല, ഇവർ കൊല്ലാനൊക്കെ അങ്ങനെ ഒരു കൊച്ചിനെ കൊല്ലുന്നുണ്ടെങ്കിൽ അത് മാനസിക രോഗമാണ്. ഇത്ര രോഗികൾ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് ഇവർക്ക് അറിയത്തില്ല. വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഈ കൊന്നവർക്കെല്ലാം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലേ, മാനസിക നില തെറ്റിയവർ തന്നെയാണ്. ഇതൊന്നും അറിയാതെ ഒരു സമൂഹം അവിടെ ഇരിപ്പുണ്ട്. എന്നിട്ട് എല്ലാവരും കൊന്നു കഴിയുമ്പോൾ അവനെ തല്ലിക്കൊല്ലും. അവനെ തല്ലാൻ 1000 പേര് റോഡിൽ ഇറങ്ങും. എന്നിട്ട് അവിടെ കിടന്ന് പട്ടി ഷോ കാണിക്കും. ഈ കൊച്ചിനെ എടുത്തോണ്ട് പോയി കഴിയുമ്പോൾ വാർത്താ ചാനലുകാർ കിടന്നു. ഇനി പോലീസ് വല്ലതും കാണിക്കുന്നത് എനിക്കറിയത്തില്ല. മക്കളെ കുഞ്ഞെ മാപ്പ് കൊച്ചി അത്ര നല്ല രസമാണ്. കുറച്ചൊരു കളറായനെ. ഇതിപ്പോ കൊള്ളാം, കുഴപ്പമില്ല. പക്ഷെ വണ്ടി കളിച്ചാൽ പിള്ളേരെ നമുക്ക് കാണ്ടി വരും കേട്ടോ. ഇത് ഉറപ്പാ. നിങ്ങൾ എന്ത് വിചാരിച്ച് നേരത്തേക്ക് ഇതുപോലെ 1-2 പട്ടിക്കുഞ്ഞുങ്ങളെ പുറത്ത് കളയുന്നുള്ളതാണ്. ഒരു കാര്യം ആലോചിക്കണം. ഈ കൊച്ചിനെ കൊണ്ട് കളഞ്ഞ കുട്ടി, ഈ പെണ്ണെന്ന് പറയുന്ന പെണ്ണാണോ ആണായാലും ഇവരും ഒരു കാലത്ത് കുട്ടികളായിരുന്നു. ആ സമയത്ത് ഇവർക്ക് എന്തൊക്കെയാണ് ഇവർ കണ്ടു വളർന്നതെന്നൊന്നും ഇവരറിയുന്നില്ല അല്ലേ? അതിന് കറക്ഷൻ ഒന്നുമില്ല. അവർ അനുഭവിച്ചതിനൊന്നും ഒരു ഇതുമില്ല. അവരുടെ മെന്റൽ ഹെൽത്ത് എങ്ങനെയാണ്, അവരെന്തുകൊണ്ട് അങ്ങനെ ആയെന്ന് വെച്ചാൽ അതിനും കാരണങ്ങൾ വേറെ ആയിരിക്കാം. അതെ, ഇനി അവർക്ക് ജനറ്റിക്കലി മെന്റൽ ഡിസോർഡർ ഉള്ളവരാണെങ്കിൽ അവരൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് ട്രീറ്റ്മെന്റ് കിട്ടാത്തതിന് കുഴപ്പമില്ല. അതെ, അപ്പോൾ ഞാൻ പറയുന്നത് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇതിനെ ഗവൺമെന്റ് കൺസിഡർ ചെയ്തിട്ടില്ല. ഫിസിക്കൽ ഹെൽത്ത് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇവിടെ ആരോഗ്യ സുരക്ഷാ വകുപ്പിന്റെ വീഴ്ചയാണ് ഇതും. ഫിസിക്കൽ ഹെൽത്ത് ഈ പറയുന്ന പോലെ കൺസിഡർ ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇമാതിരി പ്രോഡക്റ്റുകൾ ഇവിടെ ഇറങ്ങുമോ? ഈ പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞിട്ട് അത് നോക്കണം. ആ പ്രോഡക്റ്റുകളെല്ലാം പ്രശ്നമാണ്. മിക്ക പ്രോഡക്റ്റും പ്രശ്നമാണ്, ശരിയാണ്. പക്ഷേ ഇവിടെ ഉള്ളവർക്ക് പഴയതിനേക്കാൾ ബെറ്റർ ആരോഗ്യമുണ്ടെന്നാണ് പറയപ്പെടുന്നു, തെളിഞ്ഞിരിക്കുന്നത്. ശരിയാണ്. അതായത് ഈ വാക്സിനേഷൻ ഒക്കെ ഫ്രീ കൊടുക്കുന്നു,
ഈ കൊച്ചുങ്ങളെ ഇൻഫാന്റ് ഡെത്ത് റേറ്റ്സ് കുറയ്ക്കുന്നു, പിന്നെ ന്യൂട്രീഷൻ ഇതുപോലെ തന്നെ എത്തിക്കാവുന്നിടത്തേക്ക് എത്തിക്കുന്നു, പട്ടിണി ഇല്ലാത്ത കുട്ടികൾ വളരുന്നു, വിദ്യാഭ്യാസം കൊടുക്കുന്നു. അത്രയും അവർ ചെയ്യുന്നുണ്ട്, അത്രയും ഇവർക്ക് അറിയത്തുള്ളൂ. ഇത്രയും ടെക്നോളജി അഡ്വാൻസ്ഡ് ആണ്, ഇത്രയും പൈസ കോടികൾ പല പല അഴിമതികൾക്കും ഭയങ്കരമായ പുരോഗമനത്തിന് വേണ്ടി ചെലവാക്കുന്നു എന്ന് പറയുമ്പോൾ കുട്ടികൾ വഴിയിൽ കിടക്കുന്ന കാഴ്ച കണ്ടില്ലേ? ഇത് കോൺഗ്രസ് ഭരിക്കുന്നുണ്ടല്ലേ? ഈ വി ഡി സതീശൻ തൂക്കി കാരണമല്ലേ ഇതെല്ലാം സംഭവിച്ചത്? ആണ് വി ഡി സതീശൻ രാജിവെക്കണം, മനസ്സിലായില്ലേ? രാജിവെച്ച് ഇന്നേവരെ കേരളത്തിലാണെങ്കിൽ ഒരു കുഞ്ഞിനെ വെളി കിടക്കുന്നുണ്ടോ? ഒരു കുഞ്ഞിനെ ജനലിൽ നിന്ന് എറിഞ്ഞത് കേട്ടിട്ടുണ്ടോ? ഒരു കുഞ്ഞിനെ തല്ലിക്കൊന്നു എന്ന് കേട്ടിട്ടുണ്ടോ? ഇതെല്ലാം വി ഡി സതീശൻ ഒരാൾ കാരണമാണ്. അതുപോലെ കെ മുരളീധരൻ, ആരാണ് കെ മുരളീധരൻ, ആരോഗ്യ സുരക്ഷാ വകുപ്പ് മന്ത്രി. ഇവര് കാരണം ഈ പ്രശ്നം മൊത്തം. കോൺഗ്രസ് ഭരിച്ചോ കേരളം മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. കോൺഗ്രസിന്റെ ഭരണം എന്ന് പറയുന്നത് അത്ര നശിച്ച ഭരണമാണെന്നുള്ളത് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ടുപോലും മനസ്സിലാക്കി കഴിയുമ്പോൾ കുഞ്ഞിനെ ജനിപ്പിച്ച് 2-3 മാസം തികയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ജനിച്ച കൊച്ചാണ്. ആ കൊച്ചിന് ഇത്രയും നാളെ ഒരു വീട്ടുകാർ നോക്കി. പക്ഷെ കോൺഗ്രസിന്റെ ഭരണം വന്നപ്പോൾ ആ കുട്ടി വഴി കളയേണ്ടി വന്നു. ഇതല്ലേ അവരെ കൂട്ടിക്കൊണ്ട് പറയുന്നത്. യുവമാരിങ്ങനെ പറയും, എന്ന് പറയും. ഇത് പറയുമ്പോൾ ഉടനെ അവരുടെ ആൾക്കാർ കൈയടിക്കും, എന്നിട്ട് അവര് ഷെയർ ചെയ്യും. നിങ്ങളങ്ങോട്ട് ഷെയർ ചെയ്യും. ഞാൻ തമാശക്ക് വന്ന തിരിച്ചു പറയുമ്പോൾ മറ്റൊന്നും ഷെയർ ചെയ്യും. ഇവര് പറയാം അങ്ങനെയല്ല, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണസമയത്ത് ഉണ്ടായ കുട്ടിയായതുകൊണ്ട് ആ കുട്ടിയുടെ പ്രസവ സംബന്ധമായ പ്രശ്നങ്ങൾ അന്ന് തുടങ്ങിയിരുന്നു. അന്നേ ആ പേരൻസിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിണറായി വിജയനാണ് കാരണക്കാരൻ. പക്ഷെ പിണറായി വിജയനാണ് പൂർണ്ണമായും കാരണക്കാരൻ പറയാൻ പറ്റത്തില്ല. കാരണം വി ഡി സതീശൻ വേണമെങ്കിൽ ഇതിനെ രക്ഷിക്കാമായിരുന്നു, മനസ്സിലായോ? പ്രശ്നം ഉണ്ടായെങ്കിൽ എന്തിനാണ് കുട്ടി വഴി കളയുന്നത്? വി ഡി സതീശൻ ഉണ്ടല്ലോ, ഇങ്ങനെ കൊച്ചിനെ വഴി കളയട്ടെ അണ്ണ പുള്ളി കാണിച്ചു കാണും. എന്തൊരവസ്ഥയല്ലേ ഇത്? ഇതെല്ലാം കാരണക്കാരൻ വി ഡി സതീശൻ രാജിവെക്കണം. അത് രമേശ് ചെന്നിത്തല കൊണ്ടുപോകാം. രമേശ് ചെന്നിത്തല പോലീസിനെ വിട്ടുപിടിക്കും. ഇപ്പൊ ഈ കൊച്ചിനെ തള്ളെ കണ്ടുപിടിക്കും, ഓപ്പറേഷൻ തൂഫാൻ ഒരു പരിപാടിയാണ്. ഇതെന്തായിരിക്കും? ഓപ്പറേഷൻ വേറൊന്നും പേരിട്, ഓപ്പറേഷൻ ബേബീസ് ഡേ ഔട്ട്, അങ്ങനെയൊക്കെ പേരിടാം നമുക്ക് വേണമെങ്കിൽ. അങ്ങനെ ഇനി അടുത്ത ഒത്തിരി കുഞ്ഞുങ്ങൾ റോഡില്, ഉപ്പത്തൊട്ടിയില്, പല ബിൽഡിങ്ങിന്റെ മുന്നില്, ഷോപ്പിംഗ് മാളിന്റെ ഫ്രണ്ടില് വെച്ചിട്ട് മറന്നുപോയി, കാണാനില്ല, എടുത്തെറിഞ്ഞ് കളഞ്ഞിട്ട് പോയി. വണ്ടി ഒന്നും ഇങ്ങനെ എടുത്ത് സഞ്ചിക്കാത്തൊക്കെ എറിയുമ്പോൾ ശ്രദ്ധിച്ചോണം, നല്ല കുഞ്ഞാവായിരിക്കും. കാര്യം നേട്ടം നോക്കണം. അത് പട്ടിക്കുഞ്ഞോ പൂച്ചക്കുഞ്ഞോ ആയിരിക്കത്തില്ല, ചിലപ്പോൾ മനുഷ്യക്കുഞ്ഞായിരിക്കും. ഈ മനുഷ്യരെല്ലാം ഈ ചെയ്തത് ഇതാണ്. ഇവിടെ കിടന്നുകൊണ്ട് ഈ പിള്ളേർ കാണുന്നതും പഠിക്കുന്ന എന്താ ഇത്ര ക്രൂരമായി ജീവനുള്ള മറ്റു മൃഗങ്ങളോടൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ അവർ ആ മനുഷ്യക്കുഞ്ഞോട് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെയാണ് ഈ നാടിന്റെ നന്മ. ആ പാട്ടാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇടേണ്ടത്. ഞാറെണ്ണം വന്നിട്ട് പറയും വി ഡി സതീശനേക്കാൾ നല്ല വി ഡി രാജപ്പനാണ്. വി ഡി രാജപ്പനാണ് അതെ അതെ, നല്ല കഥയുണ്ടാവും. ഇയാൾക്ക് കഥയില്ല, ആക്ഷൻ മാത്രമേ ഉള്ളൂ, ചിരിക്കത്തേ ഉള്ളൂ, ഒന്നും പറയത്തില്ല. മോഡിഫിക്കേഷൻ ഒക്കെ വേണമെന്ന് പറഞ്ഞു. പക്ഷെ കുഞ്ഞുങ്ങളെ സുരക്ഷിക്കുന്ന ഒരു വിലയുമില്ല. പട്ടി കുഞ്ഞുങ്ങളും പൂച്ച കുഞ്ഞുങ്ങളും കിടക്കുന്ന പോലെയാണ് റോഡിൽ കുഞ്ഞുങ്ങൾ കിടക്കുന്നത്. ശശിയായിരുന്നു കുഞ്ഞിന്റെ അമ്മ ശശി ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് പറയാം. അവളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് ആർക്കും പറയാം. ആ കുഞ്ഞിന്റെ അമ്മയെ വിവാഹം കഴിക്കാൻ ഞാൻ ജീവിതം കൊടുക്കാൻ തയ്യാറാണ്. അതായിരിക്കും ഇവിടെ നടക്കുന്നത്. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ കാഴ്ച. സത്യത്തിനുണ്ടല്ലോ വളരെ നല്ലൊരു കാഴ്ചയായിരുന്നു. ഈ കേരളത്തിന്റെ അവസ്ഥ, അല്ലെങ്കിൽ ഇവിടെ ഉള്ള മനുഷ്യരുടെ മാനസിക അവസ്ഥ മനസ്സിലാവാതെ എല്ലാവരുടെ കിടന്ന് കളിച്ച് കുഞ്ഞുങ്ങളൊക്കെ റോഡിൽ കിടക്കുന്ന കാഴ്ച കാണേണ്ടി വന്നു. വളരെ നല്ല കാര്യം. ഇതെല്ലാം കൂടണം, ഇനിയും കൂടണം. അക്രമങ്ങൾ കൂടണം, കൊലപാതകങ്ങൾ കൂടണം, ഇങ്ങനെയുള്ള ഉപേക്ഷിക്കൽ, മനുഷ്യനെ റോഡിൽ തള്ളുന്നത് കൂടണം. അത് പ്രായമുള്ളവരെയും കുഞ്ഞുങ്ങളെ കളയുന്നത് കാണണം. എല്ലാം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ പഠിക്കും. അന്ന് അവർ പറയും ട്രാൻസ്പെറന്റ് ഗവർണൻസ് വേണം, നമ്മളെ ജയിപ്പിച്ചാൽ ഇത് ശരിയാക്കാം, എല്ലാം ശരിയാക്കാം.